കഴിഞ്ഞ മാസങ്ങൾ, അതായത് ഡിസംബർ മാസത്തിന് മുൻപ് 2024 നടന്ന ശിശു മരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ വനിതാ വിഭാഗം ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെടുകയുണ്ടായി. അതിന് ഭയങ്കര ബഹളങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവർക്ക് നഷ്ടപ്പെടേണ്ടവർക്ക് നഷ്ടപ്പെട്ടു. എന്നാലും ഒരുപാട് പ്രതീക്ഷകളോടെ 9 മാസം ചുമന്ന് നമ്മൾ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനങ്ങളുണ്ടെന്ന് കരുതുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ അങ്ങോട്ട് പ്രസവിക്കാനായി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സേഫായിട്ട് കുഞ്ഞിനെ ഇപ്പോൾ കയ്യിലോട്ട് കിട്ടും. പക്ഷേ അങ്ങനെ അല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ആലപ്പുഴ വനിതാ വിഭാഗം അല്ലെങ്കിൽ ആലപ്പുഴ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, പല ഹോസ്പിറ്റലിലും നടന്നിട്ടുണ്ട്. ഞാനെന്ന വ്യക്തി, അതായത് ഞാനെന്ന വ്യക്തി എൻ്റെ പ്രസവവും ഈ പറയുന്ന പോലെ വളരെ ക്രിട്ടിക്കലായിരുന്ന, ഞാൻ ഒരുപാട് സ്വയം ശപിച്ചുപോയ നിമിഷങ്ങളായിരുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. എനിക്കുണ്ടായ കുറേ ദുരനുഭവങ്ങൾ. അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ അവിടെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ സംവിധാനത്തിന്റെ മികവെന്ന് പറഞ്ഞ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു അർഹതയും ആരോഗ്യവകുപ്പിന്, കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഇല്ലെന്ന് തന്നെ. പ്രത്യേകിച്ചും ഗർഭിണികളുടെ കാര്യത്തിൽ ഞാൻ ആ വീഡിയോ മറ്റൊരു ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, മറ്റൊരു ചാനലിൽ ഇതുപോലൊരു സംവാദത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമന്റുകൾ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒറ്റപ്പെട്ട മെഡിക്കൽ കോളേജ് അല്ല, കോട്ടയം, കോഴിക്കോട് അങ്ങനെയുള്ള സകല മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും ഗർഭിണികളുടെ അവസ്ഥ, ഗർഭിണി അല്ലെങ്കിൽ പ്രസവ വാർഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിനേക്കാളും പരിതാപകരമാണെന്ന് ആ കമന്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ഞാൻ ലൈവ് അതിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് തന്നെ പറയേണ്ടി വരും പൗർണമി. കാരണം അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് എൻ്റെ പ്രസവം നടന്നത്. പ്രസവമല്ല, എനിക്ക് സിസേറിയൻ ആയിരുന്നു. പക്ഷേ എന്നെ കൊണ്ടിട്ടിരുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് അതിവൃത്തികെട്ട, ഈ പറയുന്ന പോലെ ജൂനിയർ ഡോക്ടർമാർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് കുറച്ച് പട്ടി പ്രസവിക്കാൻ കിടക്കത്തില്ല, അതിനുപോലും ഇതിനേക്കാളും മാന്യത കൊടുക്കുന്ന തരത്തിലാണ് എനിക്ക് തോന്നുന്നു ഉണ്ടാവുക. അത്രയ്ക്ക് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഓരോ ഗർഭിണിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ പ്രസവിക്കാൻ അവർക്ക് ഒരു സാഹചര്യം, ദൈവവും സിറ്റുവേഷനും കൊടുത്തെങ്കിൽ അതിലൊരു തെറ്റും പറയാനില്ല. ആ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഇപ്പോഴും ആ കുഞ്ഞിന് പിന്നെ ചെയ്തതെന്ന് പറയാനായിട്ട് ആ കുട്ടിയുടെ പൊക്കിൾ കൊടി മുറിച്ചു. അത് അയാളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കത്തികളും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സാധാരണ ഒരു ബ്ലേഡ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മുറിച്ചെടുത്തു. പിന്നെ വലിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുമല്ലോ. ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ബസ്സിൽ പോയപ്പോൾ യുവതി പ്രസവിച്ചു, കാറിൽ നിന്ന് പ്രസവിച്ചു, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പ്രസവിച്ചു. സാഹചര്യങ്ങൾ ഉണ്ടാവാം. അത് തന്നെ വീട്ടിലായി പോയെന്നേ ഉള്ളൂ. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, KSRTC ബസ്സിൽ പ്രസവിച്ച കുട്ടികളുണ്ട്, ഫ്ലൈറ്റിൽ പ്രസവിച്ച കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഇവര് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലേ? അത് എന്ത് ന്യായമാണ്? സ്വന്തം വീട്ടിലല്ലേ അവർ പ്രസവിച്ച. അതിപ്പം ഇവര് ആശുപത്രിയിൽ നിന്ന് ഒന്നും തിരസ്കരിച്ചിട്ട് പോയല്ലോ, മരുന്ന് വേണ്ട അല്ലെങ്കിൽ മരുന്ന് വെച്ച് ഡെലിവറി വേണ്ട, ഞങ്ങള് പെയിൻ വരുമ്പോൾ വരാം. ഒരു പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ദമ്പതികളാണ്, നാച്ചുറൽ ആയിട്ട് ചിന്തിക്കുന്ന. അക്വാപഞ്ചർ എന്ന് പറയുമ്പോൾ കുറെ കൂടെ നാച്ചുറാലിറ്റി സംഭവങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു അക്വാപഞ്ചർ പ്രൊഫഷണൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർ 4 വർഷമായിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. മരുന്നുകൾ കഴിക്കാത്തവരെ നമ്മൾ അത്ഭുത ജീവികളായിട്ട് കണക്കാക്കും. കാരണം നിസ്സാരം തലവേദന വന്നാലും ഡോളർ എടുത്ത് വിഴുങ്ങുന്ന സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നും. പണ്ടത്തെ കാലത്തെ ജനറേഷൻ, നമുക്കൊക്കെ ഒരു 5 ജനറേഷൻ മുമ്പ് നോക്കുകയാണെങ്കിൽ അവർ മരുന്ന് കഴിച്ചിരുന്നില്ല. അവർ പനി വന്നാലും ഈ പറയുന്ന പോലെ വെള്ളം, തുളസിയിലയിട്ട വെള്ളം പുട്ടുവടത്തിൽ ആവി പിടിച്ചും, വേണമെങ്കിൽ ഇച്ചിരി മറ്റേ കാപ്പി, നമ്മുടെ എന്താണ് കുരുമുളക് പൊടി ഇട്ട് കാപ്പി തിളപ്പിച്ചും ഒക്കെ, ചക്കര കാപ്പിയൊക്കെ കുടിച്ചും ഒക്കെ അവരവരുടെ ഈ പറയുന്ന പനി മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു. ഈ പറയുന്ന പോലെ വീടുകളിൽ തന്നെയല്ലേ ഒരു കാലത്ത് പ്രസവം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ജീവിത രീതികൾ മാറി, ടെക്നോളജി മാറി, അല്ലെ ആശുപത്രികളുടെ എണ്ണം കൂടി, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാലത്തിനനുസരിച്ച് എല്ലാം മാറണം എന്ന് പറയുന്നത്. ആ മാറ്റം ആളുകൾ അംഗീകരിച്ചതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഹോസ്പിറ്റലാവുന്നു. പക്ഷെ ഇത് ഇവര് തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ പോവാതിരുന്നതല്ല. കുഞ്ഞിനൊരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അവർ മറുപടി പറയണം, അവർ അന്വേഷിക്കൂ. അവർ പറയുന്നുള്ളൂ അവർ അച്ഛനും എങ്ങും പോയിട്ടില്ല. അവർ ആ കുഞ്ഞിനെ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ആ കുഞ്ഞ് അവരുടെ ചേർന്ന് കിടപ്പുണ്ട്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ആ അമ്മയ്ക്കും ഒരു കുഴപ്പമില്ല. ആ കുഞ്ഞിന്റെ അച്ഛൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് അവർ പരിശോധിക്കാത്ത? എന്താണ് 4 മാസം കഴിഞ്ഞില്ലേ? പരിശോധിക്കാനാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ചെല്ലാം. വേണ്ട, ഒരു ദിവസം കഴിയുമ്പോൾ ചെല്ലാലോ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച്. ആ കുഞ്ഞ് കൃത്യമായ ആരോഗ്യവാനായിരിക്കും, ആരോഗ്യവതിയായിരിക്കാം. ഇതൊക്കെ അന്വേഷിക്കാനുള്ള ചുമതല ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. അവരിത് കൊടുത്തിട്ടില്ല. പക്ഷേ അവരുടെ മൗലികാവകാശമായ കുഞ്ഞിന്റെ മൗലികാവകാശമാണ് ഇന്ന രാജ്യത്ത് ജനിച്ചു എന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് കൊടുക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലെ? കാരണം ഞാൻ ഈ ചോദിക്കുന്ന പോലെ ആരോഗ്യത്തിന് എന്ത് മേന്മയാണുള്ളത്?
ഒരു കുഞ്ഞിനെ പോലും ഈ പറയുന്ന പോലെ രക്ഷപ്പെടുത്തി, ഒരു കുഞ്ഞിനെ പോലും കൊല്ലാതെ, അല്ലെങ്കിൽ ഒരു ഗർഭിണി പോലും മരിക്കാത്ത നാടൊന്നും അല്ല നമ്മളുടേത്. അവർ വീട്ടിൽ കിടന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ ഈ ഹോസ്പിറ്റൽ ഫ്ലറിഷ് ആയതിനു ശേഷം ഒരു ഗർഭിണി പോലും വീട്ടിൽ, ഈ പറഞ്ഞ വളരെ എക്സെപ്ഷണൽ കേസുകളാണ് വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവുക. വീട്ടിൽ പ്രസവിച്ച് ആരും മരിച്ച റിപ്പോർട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ വന്ന് ഒരുപാട് ഗർഭിണികൾ, പൂർണ്ണ ഗർഭിണികളും അല്ലാതെ അനാസ്ഥ കൊണ്ട് ഒരുപാട് ഗർഭിണികൾ വർഷക്കണക്കിന്, മാസക്കണക്കിന്, ദിവസക്കണക്കിന് മരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്, കേരളം പ്രത്യേകിച്ച്. അപ്പൊ ആരോഗ്യവകുപ്പിന്റെ മേന്മയൊന്നും ഇവിടെ പറയാതിരിക്കുന്നതല്ലേ പൗർണമി എന്നുള്ളത്. അപ്പൊ എന്തിനാണ് അവനവന്റെ പല്ലടയിലെ ആ അഴുക്കെടുത്ത് സ്വയം മണപ്പിച്ച് ആ ദുർഗന്ധം മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത്?